ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ശ്രീ പൊടിപ്പാറ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നു. ശ്രീ പൊടിപ്പാറ, ഈ കാലം എന്നുള്ളത് കൂടി ചേർത്ത് വെച്ച് സി പി എമ്മിൻ്റെ ഈ സംസ്ഥാന സമ്മേളനത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കാരണം ഇനിയൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നു, അതിനുശേഷം കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അപ്പുറത്ത് ഇവിടെ സി പി ഐ എം നയിക്കുന്ന ഇടതുമുന്നണി പല കാരണങ്ങളാലും നല്ല ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കുന്നു. മറുഭാഗത്ത് പ്രതിപക്ഷത്തേക്ക് പോയാൽ പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥിതി നമ്മൾക്കെല്ലാം അറിയാം. നേതൃത്വത്തിലുണ്ടായിട്ടുള്ള വളരെ പരസ്യമായിട്ടുള്ള ഭിന്നത, നേതാക്കൾക്കിടയിലെ കിടമത്സരം, അതിനിടയിൽ തന്നെ ഈ സർക്കാരിനെ സമീപിക്കുന്നതിൽ തന്നെ രണ്ടു പക്ഷം പറഞ്ഞതിൽ ഉറച്ചു നിന്ന് ഡാറ്റ വെച്ചാണ് സംസാരിക്കുന്നത്. സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്ന വികസനത്തെ സംബന്ധിച്ച് എന്ന് പറയുന്ന തരൂര് ഏറ്റവും ഒടുവിൽ എടുത്ത ഒരു നിലപാട്. അതേസമയം ആ അഭിമുഖത്തിലടക്കം കോൺഗ്രസ് നേതാക്കളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിൽ ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയാത്തതായ പലതും വന്നു എന്ന നിലയിലൊക്കെയുള്ള വിയോജിപ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, മറുഭാഗത്ത് നിൽക്കുന്ന ഒരു മുന്നണിയെയും അതിനെ നയിക്കുന്ന കോൺഗ്രസിനെയും സ്വാഭാവികമായും ഇപ്പുറത്തെ രാഷ്ട്രീയ മുന്നണിയെക്കുറിച്ചും ആ പാർട്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കാലം എന്നുള്ളത് സി പി എമ്മിൻ്റെ ഈ സംസ്ഥാന സമ്മേളനത്തെ സംബന്ധിച്ച് വളരെ സവിശേഷതയുള്ളതല്ലേ? അത് വളരെയധികം ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശരത്തെ, കാലം എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത് ആ തലം എനിക്ക് മനസ്സിലായി. അതായത് ഇത് രണ്ട് പ്രധാന തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പുള്ള അവസാനത്തെ സംസ്ഥാന സമ്മേളനമാണ്. ഇനി ഇതിന് ശേഷമേ സംസ്ഥാന സമ്മേളനമുള്ളൂ. സ്വാഭാവികമായിട്ടും ഇതിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്, വളരെ വളരെ രാഷ്ട്രീയ പ്രാധാന്യം. അതായത് ഒരുപക്ഷെ ഈ സംസ്ഥാന സമ്മേളനം മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന മറ്റ് അനവധി വിഷയങ്ങൾ, സ്വാഭാവികമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം, പ്രത്യേകിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത് സാർവദേശീയ വിഷയങ്ങൾ മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ഏറ്റവും പ്രാദേശിക വിഷയങ്ങൾ വരെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ്. അതല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു കരട് രേഖ വെറുതെ കുറെ എന്താ പറയാ വാചാടോപമല്ല. അത് വളരെ സൂക്ഷ്മമായി, വളരെ എന്താ പറയാ സാങ്കേതികമായി, അതിന്റെ എല്ലാ അർത്ഥത്തിലും വ്യാപ്തിയിലും വൈപുല്യത്തിലും വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംസ്ഥാന, പ്രത്യേകിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്നത്. പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ പ്രത്യേകിച്ചും ആ സംസ്ഥാന സമ്മേളനത്തിന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. വരാനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് അതിലേക്കുള്ള ഒരു റോഡ് മാപ്പ്, അല്ലെങ്കിൽ അതിലേക്ക് അതിൽ മേധാവിത്വം നേടാനുള്ള, വീണ്ടും ഒരിക്കൽ കൂടി ഒരു മൂന്നാം ഊഴത്തിലേക്ക് പാർട്ടിക്ക് എത്തിച്ചേരാൻ കഴിയുമോ, ഇടതുമുന്നണിയെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ആ നയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇതിനെല്ലാം രൂപം കൊടുക്കേണ്ട, അതോടൊപ്പം തന്നെ ഈ രണ്ടാം മന്ത്രിസഭ അല്ലെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ചരിത്രം കുറിച്ച് അധികാരത്തിൽ വന്ന രണ്ടാമത് ഇടതുമുന്നണി സർക്കാരിന് ഏതെങ്കിലും രീതിയിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ, എവിടെയാണ് പാർട്ടി ആ സർക്കാരിന്റെ വീക്ക്നെസ്സുകൾ, എവിടെയാണ് പ്രതീക്ഷയ്ക്ക് ഉയരാൻ കഴിയാതെ പോയത്, എവിടെയാണ് പ്രതീക്ഷയിൽ അധികം വളർന്നത്, അത് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞു, അതോ പ്രതിപക്ഷം അവകാശപ്പെടുന്ന പോലെ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ, അതിന്റെ ഒരു പ്രതിഫലനമാണോ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഒരു സീറ്റിൽ ഒഴികെ മറ്റെല്ലായിടത്തും വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്തുകൊണ്ട്? അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിക്കപ്പെട്ടു. പക്ഷെ അതിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും എത്തിയപ്പോൾ അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. വീണ്ടും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്താനും കഴിഞ്ഞു. അത്തരത്തിലുള്ള ഒരു ആവർത്തനത്തിന് സാധ്യതയുണ്ടോ? അത് അന്ന് യാദൃച്ഛികമായി സംഭവിച്ചതാണോ, അതോ കൃത്യമായ ആസൂത്രണത്തിലൂടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പരിപാടികളിലൂടെ, അടവ് നയങ്ങളിലൂടെ ഒക്കെ സംഭവിച്ച അല്ലെങ്കിൽ സാധിച്ചെടുത്ത ഒരു അത്ഭുതമാണോ? അതിനിയും സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി, വളരെ എന്താ പറയാ ആഴത്തിലും സമഗ്രതയിലും ചർച്ച ചെയ്യുന്ന ഒരു സംസ്ഥാന സമ്മേളനമാണ്. മാത്രമല്ല സമകാലിക വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ നയങ്ങളിൽ പലരും, ഞാനടക്കമുള്ള പലരും വലതുപക്ഷ വ്യതിയാനം എന്ന് വിശേഷിപ്പിക്കുന്ന വിഷയങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോ പല കാര്യങ്ങളിലും പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ ആഗോളീകരണത്തിനും ഉദാരീകരണത്തിനും നവ ലിബറൽ സമീപനങ്ങൾക്ക്, വ്യവസായവൽക്കരണത്തിലായാലും ഒക്കെ ചില കാര്യങ്ങളിൽ സംസ്ഥാനത്തിന്റെ താല്പര്യം, അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രപരമായ ഈ മുതലാളിത്തത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായ സമീപനം, ഇതൊക്കെ എടുത്തിരുന്നു. പക്ഷെ ഇപ്പൊ പാർട്ടി എടുക്കുന്ന സമീപനം എന്താണെന്ന് പറഞ്ഞാൽ, കേരളത്തിന് പുതിയ കാലഘട്ടത്തിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പണ്ട് പാർട്ടി എടുത്ത നയനിലപാടുകളിൽ വരട്ടുവാദം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടുള്ള ആ വാദങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിലപാടുകളിൽ മാറ്റം വേണം. വ്യവസായവൽക്കരണത്തെ സംബന്ധിച്ചും വികസനത്തെ സംബന്ധിച്ചും ഒക്കെ കുറെ കൂടി യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ട് ആഗോള സാഹചര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയും അതിനെ കേരളത്തിലേക്ക് കൂടി ഉൾക്കൊണ്ടും
ശ്രീ പൊടിപ്പാറ, മാത്രമേ അത് അങ്ങനെയാണെങ്കിൽ അത് താങ്കൾ പറഞ്ഞു വരുന്ന രീതിക്കാണെങ്കിൽ അത് കൂടുതൽ ഗുണപരമായ ആ പാർട്ടിയെ സംബന്ധിച്ചോ ആ പാർട്ടി നയിക്കുന്ന മുന്നണിയെ സംബന്ധിച്ചോ കൂടുതൽ ഗുണപരമായ ഒരു കാര്യമല്ലേ? നാടിൻ്റെ നേട്ടത്തിനനുസരിച്ച് ഇപ്പോൾ പ്രത്യയശാസ്ത്ര അവിടെ പിടിവാശികളില്ലാതെ ഇവിടെ ഇപ്പോൾ ഒരു വ്യവസായ വ്യത്യാസമുള്ള വികസനത്തെ എന്താന്ന് സംബന്ധിച്ച് വ്യവസായങ്ങൾ നിലനിൽക്കണം, നിലനിന്നുകൊണ്ട് മാത്രമേ ആ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അവിടെ ഒരു ആ നിലയിൽ തൊഴിലാളി സമീപനം കൂടി കടന്നു വരുന്നത് ഒരുപക്ഷെ ആ പാർട്ടിയെ രാഷ്ട്രീയമായി ആ പാർട്ടിയെ മുന്നണിയെയും കുറെ കൂടി ആളുകളുടെ അടുത്തേക്ക് അടുപ്പിക്കുന്നതല്ലേ? ചരത്തെ അത് ശരിയാണ്. ആ കാഴ്ചപ്പാടിലേക്ക് എത്താൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരം കാര്യങ്ങളുമായിട്ട് മറ്റു സർക്കാരുകൾ, കമ്മ്യൂണിസ്റ്റ് ഇതര സർക്കാരുകൾ അധികാരത്തിലിരുന്ന സമയത്ത് ഇതിനെ ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാത്ത, അല്ലെങ്കിൽ അത് അനുവദിക്കാൻ കഴിയില്ല. കേരളത്തിന്റെ എന്താ പറയാ, സംസ്കാരം വേറെയാണ്, കേരളത്തിന്റെ രാഷ്ട്രീയം വേറെയാണ്, കേരളത്തിന്റെ സമൂഹം വേറെയാണ്. ഇവിടെ അടിസ്ഥാന വർഗത്തോട് ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന രീതിയിലല്ലാതെ ക്രോണിക് ക്യാപിറ്റലിസത്തോടോ അല്ലെങ്കിൽ ഈ സാമ്രാജ്യത്വ ക്യാപിറ്റലിസത്തോടോ സന്ധി ചെയ്തുകൊണ്ടുള്ള ഒരു വികസനവും കേരളത്തിന് ആവശ്യമില്ല. അതെല്ലാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് നിലപാടെടുത്തൊരു പ്രസ്ഥാനം